ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഡോക്ടർ കെ.എൻ. ഗംഗാധരൻ രചിച്ച കിഫ്ബി സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ എന്നുള്ള പുസ്തകവും ഐക്യകേരളം എന്ന ജോയ് ബാലൻ ബ്ലാത്താങ്കര രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ MLA ശ്രീ VK പ്രശാന്താണ്. ഇപ്പോൾ സമയപരിമിതി മൂലം സ്വാഗതം നേരിട്ടങ്ങ് തുടങ്ങാം. അധ്യക്ഷൻ ക്ഷണിക്കാതെ തന്നെ ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഒന്ന് കിഫ്ബി, കേരളത്തിൻ്റെ നവീകരണത്തിന് നിദാനമായി നിൽക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സായി കിഫ്ബി മാറിക്കഴിഞ്ഞു. വിദ്യാലയങ്ങളുടെയും ആതുരാലയങ്ങളുടെയും ഗതാഗത സംവിധാനങ്ങളുടെയും എല്ലാം വികസനത്തിന് കിഫ്ബി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു വരുന്നു. കിഫ്ബിയെപ്പറ്റി അറിയേണ്ടതെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൊഫസർ K.N. ഗംഗാധരൻ വളരെ ശ്രദ്ധയോടെ രചിച്ച ഒരു ലഘുഗ്രന്ഥമാണ് അത്. കേരളത്തിൽ ആളുകളുടെ ഇടയിൽ പലപ്പോഴും മാധ്യമങ്ങൾ സത്യം വെളിപ്പെടുത്താൻ വിസമ്മതിക്കുന്ന ഈ കാലത്ത് അത് നേരിട്ട് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ഗംഗാധരൻ മാഷ്. അതുപോലെ പ്രസിദ്ധീകരിക്കുന്ന അടുത്തൊരു പുസ്തകമാണ് ഐക്യകേരളം. ഐക്യകേരളം രൂപപ്പെട്ടതിൻ്റെ പുറകിലുള്ള നിരവധി പ്രശ്നങ്ങൾ സമൂഹം ഇനിയും അഡ്രസ്സ് ചെയ്യപ്പെടാത്തതായിട്ട് ഉണ്ട്. ശ്രീ ജോയ് ബാലൻ ഈ മേഖലയിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിരവധി വ്യക്തിത്വങ്ങൾ, അവരുടെ ഇടപെടലുകൾ, സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ ഐക്യകേരളവുമായി ബന്ധപ്പെട്ടതിൽ ഇനിയും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഐക്യകേരളം. അപ്പോൾ ഇതിൽ ഞാൻ പങ്കെടുക്കുന്ന ആളുകളെ എല്ലാവരെയും ഒറ്റ വാചകത്തിൽ സ്വാഗതം ചെയ്യാം. കിഫ്ബി എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ M. വിജയകുമാറാണ്, മുൻ നിയമസഭാ സ്പീക്കർ. ശ്രീ M. വിജയകുമാർ അത് ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ സന്തോഷ് T. വർഗീസ്, അദ്ദേഹം മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക വിഭാഗം അധ്യാപകനാണ്. അത് പങ്കെടുക്കുന്ന KJ ജോസഫ്, ഈ ഡയറക്ടർ ഓഫ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ്, അദ്ദേഹം അതുപോലെ രചയിതാവ് K.N. ഗംഗാധരൻ, ഐക്യകേരള പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ജോയ് ബാലൻ ബ്ലാത്താങ്കര, പ്രകാശനം നിർവഹിക്കുന്ന ഡോക്ടർ K.N. ഗണേഷ്, സ്വീകരിക്കുന്ന അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ, അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പസിലത്തിൽ, എല്ലാത്തിനും ഉപരി നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ VK പ്രശാന്ത്, ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ എന്ന് തുടങ്ങി എല്ലാവരെയും ചിന്ത പബ്ലിഷേഴ്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഐക്യകേരളം എന്നുള്ള പുസ്തകം ഏറ്റുവാങ്ങാമെന്ന് ഏറ്റിരുന്ന അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ ഇവിടെ എത്തിയിട്ടില്ല. പകരം ഡോക്ടർ A. പസിലത്തിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതായിരിക്കും. ആദ്യം പുസ്തക പ്രകാശനമാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയങ്കരനായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പുസ്തകങ്ങളുടെ രചയിതാക്കൾ പ്രൊഫസർ ഡോക്ടർ K.N. ഗംഗാധരൻ സാർ, അതുപോലെ തന്നെ ശ്രീ K.N. ഗണേഷ് സാർ, വേദിയിലുള്ള മറ്റ് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഒരുമിച്ച് നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നത്. കിഫ്ബി സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ എന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ K.N. ഗംഗാധരൻ സാർ രചിച്ച പുസ്തകമാണ് ആദ്യത്തെ പ്രകാശനം നടക്കുക. ഇപ്പോൾ MLA എന്ന നിലയിൽ കിഫ്ബിയുടെ ഗുണഭോക്താവാണ് ഞാൻ. സാധാരണഗതിയിൽ ജനപ്രതിനിധികൾക്ക് ഒരു നിശ്ചിതമായ തുക ഗവൺമെൻറ് വർഷാവർഷം MLA ഫണ്ടായി നീക്കിവെക്കും, MLA അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അത് സാധാരണഗതിയിൽ 5 കോടിയും സ്പെഷ്യൽ ഫണ്ടായിട്ട് 2 കോടിയും, അങ്ങനെ 7 കോടി രൂപയാണ് നമ്മുടെ ശ്രീ ബഹുമാനായിട്ടുള്ള മുൻ സ്പീക്കറും മന്ത്രിയായിട്ടുള്ള ശ്രീ M. വിജയകുമാർ, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആ 7 കോടി രൂപയുടെ വികസനമാണ് വികസന നായകരായിട്ടുള്ള ഞങ്ങൾക്ക് നടത്താൻ പറ്റുക. അപ്പോൾ സാധാരണഗതിയിൽ ആ 7 കോടി വെച്ച് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വികസനം നടത്താൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ചില ബസ് സ്റ്റോപ്പുകളൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ച് ചെയ്യാം, ചില സ്കൂൾ മന്ദിരങ്ങളും അല്ലേ,
ചില കെട്ടിടങ്ങളൊക്കെ ചെയ്യാം, ചില റോഡുകളൊക്കെ ടാർ ചെയ്യാം. ആ ഒരു സ്ഥിതിയിൽ നിന്നും കേരളത്തിൻ്റെ വികസന മുഖത്തെ മാറ്റിയ പദ്ധതിയാണ് കിഫ്ബി. പണ്ടുകാലത്ത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണ് കിഫ്ബി സംവിധാനം ആരംഭിച്ചത്. പിന്നീട് കഴിഞ്ഞ 1-ാം പിണറായി ഗവൺമെൻറ് വരുമ്പോഴാണ് ആ കിഫ്ബി സംവിധാനത്തെ പ്രായോഗികവൽക്കരിച്ച് അതിനെ ജീവൻ കൊടുത്ത് ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതിൻ്റെ മാറ്റം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഏതാണ്ട് 30,000 കോടി രൂപയ്ക്കടുത്ത് വികസനം നടക്കാറുണ്ട്. അത് പ്ലാൻ ഫണ്ടായിട്ടും മറ്റ് പരിപാടികളായിട്ടും നടക്കാറുണ്ട്. കിഫ്ബി വന്നപ്പോൾ സംഭവിച്ചത് എന്താ? ഏതാണ്ട് 84,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് കിഫ്ബി വഴി നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 30,000 കോടി രൂപയുടെ പ്ലാൻ ഫണ്ടിലൂടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് വരുമാന മാർഗങ്ങളിലൂടെ നടക്കുന്ന പദ്ധതികൾക്കപ്പുറത്ത് ഒരു വലിയ വികസന മുന്നേറ്റം കേരളത്തിൽ നടപ്പാക്കാനായി. ഇന്ന് കേരളത്തിൻ്റെ ദൃശ്യം എന്ന് പറയുന്നത് എന്താ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ ആ യാത്രയിലുടനീളം നിങ്ങൾക്ക് പല വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. നാഷണൽ ഹൈവേ ആയി കാണാം, സ്കൂളായി കാണാം, ആശുപത്രികളായി കാണാം, അംഗനവാടികളായി കാണാം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായി കാണാം, ഇറിഗേഷൻ വകുപ്പിൻ്റെ പദ്ധതികളായി കാണാം, ബൈപ്പാസുകളുടെ നിർമ്മാണം കാണാം. ഇതെല്ലാം എവിടുന്ന ഫണ്ട്? അത് നമ്മൾ സമാഹരിച്ചത് ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. MLA-മാരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ. ഞങ്ങളൊക്കെ ഇന്ന് വികസന നായകരായി പോസ്റ്ററിലൊക്കെ നിൽക്കുന്നത് ഈ കിഫ്ബിയുടെ ഫണ്ടിങ്ങിൻ്റെയും കൂടി ബലത്തിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും MLA എന്ന നിലയിലും എനിക്ക് ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ ഈ സംവിധാനത്തെ നമ്മുടെ കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കാര്യക്ഷമതയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗം അതാണ്. നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറാകാതെ നമ്മുടെ നികുതി ഷെയറും മറ്റു കാര്യങ്ങളുമൊക്കെ വെട്ടിച്ചുരുക്കി കിഫ്ബി പോലുള്ള ധനാഗമ മാർഗങ്ങളെ കൂടി ഇല്ലാതാക്കിയാൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖം അടഞ്ഞു പോകും എന്നതുകൂടി ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്യണം. നമ്മൾ നീതി ആയോഗിൻ്റെയൊക്കെ കണക്ക് പ്രകാരം ഏതാണ്ട് 13 സ്ഥാനങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. ആ മുമ്പിൽ നിൽക്കുന്നത് ഇന്നിപ്പോൾ നമുക്കുള്ള ഒരു ശിക്ഷയായി മാറുകയാണ്. നമ്മൾ ജനസംഖ്യ കുറഞ്ഞത് നമുക്ക് ശിക്ഷയായി മാറുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നമുക്ക് ശിക്ഷയായി മാറുന്നു. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുന്നു. അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കേരളത്തിന് ഫണ്ട് തരേണ്ടതില്ല എന്ന നിലപാട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകളും കൂടി നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ധനകാര്യ കമ്മീഷൻ്റെ ഇത്തരം മാനദണ്ഡങ്ങളിൽ, ക്രൈറ്റീരിയകളിൽ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തി കേരളം പോലെ ചെറിയ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി കൂടി ഈ പുസ്തകത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായി വരുന്ന ഇടപെടലുകൾ സഹായകരമാകും എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്, നമുക്ക് 15 മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ദീർഘമായ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇത് ലാസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് അല്പം കൂടി ഇളവ് കിട്ടുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. എന്തായാലും ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ കിഫ്ബി സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ എന്നുള്ള പുസ്തകമാണ് ഇന്നിവിടെ റിലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 1000-ന് അപ്പുറത്തേക്കുള്ള തുക, 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾ. ഇപ്പം ഞാൻ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണല്ലോ. അവിടുത്തെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെയുള്ള പല ഡ്രീം പ്രോജക്റ്റുകളും ഇതിലൂടെയാണ് നമുക്ക് ഫണ്ടിങ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളത് ആഗ്രഹിക്കുന്നത് ഞങ്ങളുമൊക്കെയാണ്. കാരണം ഇതൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കൂടി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അധ്യക്ഷ പ്രസംഗം ചുരുക്കിക്കൊണ്ട് നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് പോകാം. കിഫ്ബി സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും മന്ത്രിയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീ M. വിജയകുമാർ അവർകളാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ സന്തോഷ് T. വർഗീസ്, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ പ്രൊഫസർ KJ ജോസഫ്, പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തും പൊതുരംഗത്തും എല്ലാവിധ പ്രവർത്തനങ്ങളിലും പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും ധീരതയോടുകൂടി ഇടപെടുന്ന പ്രൊഫസർ KN ഗംഗാധരൻ സാറിനെയും ക്ഷണിച്ചുകൊണ്ട് ഈ പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന
നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വി കെ പ്രശാന്ത് MLA, സ്വാഗതം ചെയ്ത ഡോക്ടർ അനിൽകുമാർ KS, പുസ്തകം സ്വീകരിച്ച ഏറ്റുവാങ്ങിയ പ്രൊഫസർ സന്തോഷ് ടി വർഗീസ്, മുഖ്യ പ്രഭാഷകനായിട്ടുള്ള ഡോക്ടർ KJ ജോസഫ്, ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്, നമുക്ക് തന്നെ അഭിമാനമുള്ള പ്രൊഫസർ KN ഗംഗാധരൻ സാർ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പുസ്തക പ്രകാശനം ക്യൂ സിസ്റ്റത്തിൽ നടക്കുന്നത് ലോകത്ത് ഇവിടെ മാത്രമായിരിക്കും. കാരണം അത് അല്ലേ, ക്യൂവിലാണ്. നമുക്ക് 2 പുസ്തകങ്ങൾ അരമണിക്കൂർ കൊണ്ട് പ്രകാശനം ചെയ്യുന്ന ഒരു ക്യൂ ആണ്. അതൊരു വലിയ മാറ്റം ആയിട്ട് കൂടി ഞാൻ കാണുകയാണ്. കാരണം പുസ്തകങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ടേക്കാണ് എന്ന ഒരു സന്ദേശം നൽകുന്നത് കൂടിയാണ് കേരള നിയമസഭയുടെ ഈ അന്തർദേശീയ പുസ്തകോത്സവം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. കിഫ്ബി എന്നത് ഗംഗാധരൻ സാറുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ, 10ാം കേരള നിയമസഭയുടെ സംഭാവനയാണ്. 10ാം കേരള നിയമസഭയിൽ. കാരണം അതിൽ ഞാനൊരു പങ്കാളിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അന്ന് നിയമസഭാ സ്പീക്കറായിരിക്കാനും പിന്നെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ടി ശിവദാസമേനോൻ മാഷ്, അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ. പക്ഷേ ആ കാലത്ത് നിയമം പാസ്സാക്കി എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ്, നിയമങ്ങൾ പാസ്സാക്കിയിട്ടൊന്നും കാര്യമില്ല, നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും. അതൊരു വലിയ വിഷയമാണ്. അതിനുശേഷം മറ്റൊരു സർക്കാർ വന്നു, നടപ്പാക്കിയില്ല. 3ാമതൊരു സർക്കാർ വന്ന കാലത്താണ് അത് ഏറ്റെടുത്തതും നടപ്പാക്കിയതും. അതിന് നേതൃത്വം വഹിച്ച വ്യക്തികളെ ഡോക്ടർ തോമസ് ഐസക്, ആ പേര് പറയാതെ കിഫ്ബിയെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതേപോലെ ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കിയ അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും ശ്രീ പിണറായി വിജയൻ. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കിഫ്ബി. ഇന്ന് കിഫ്ബിയെ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുവാൻ, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതാണ് നമ്മുടെ MLA കൂടിയായ, നമ്മുടെ സ്വന്തം MLA ആണ് അദ്ദേഹം പറഞ്ഞില്ലേ, വട്ടിയൂർക്കാവിലെ 140 മണ്ഡലമുണ്ട്, അതിൽ ഒരു നിയോജക മണ്ഡലം മാത്രമാണ് വട്ടിയൂർക്കാവ്. 1000-ത്തിലധികം കോടി രൂപയുടെ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ. എന്താ അത്ഭുതമാണ്. ഞങ്ങളൊക്കെ സാമാജികന്മാരായിട്ടിരുന്ന് 10-25 വർഷക്കാലം കാശില്ല പറയേണ്ട കാര്യമില്ലല്ലോ, ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിച്ചവരാണ്. കാരണം ബഡ്ജറ്റിലുണ്ടെങ്കിലേ ഉള്ളൂ. ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നം. ആ സന്ദർഭത്തിലാണ് ഒരു അവതാര പുരുഷനെ പോലെയാണ് കിഫ്ബി രംഗത്ത് വന്നത്. അതിൻ്റെ വിജയം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും സഹായകരമായ ഒരു പുസ്തകമാണ്. ഇതൊരു പഠന വിഷയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുസ്തകം ആ രൂപത്തിന് അതിനെ മുൻകൈയെടുത്ത പ്രൊഫസർ KN ഗംഗാധരൻ സാറിനെയും മറ്റുള്ളവരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം സ്വീകരിച്ച പ്രൊഫസർ സന്തോഷ് ടി വർഗീസ്, അദ്ദേഹം കൂടി 2 വാക്ക് സംസാരിക്കും. നമ്മുടെ ബഹുമാനായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK മധുവും വേദിയിലുണ്ട്. അദ്ദേഹത്തെയും വേദിയിലുള്ള ബഹുമാന്യായ മുൻ സ്പീക്കർ വിജയകുമാർ, വട്ടിയൂർക്കാവ് MLA ബഹുമാന്യായിട്ടുള്ള പ്രശാന്ത് അവറുകൾ, ബഹുമാന്യായ ഗംഗാധരൻ സാർ, KNG സാർ, ജോസഫ് സാർ, മറ്റ് ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ആശയം കേരളത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഒരു പരിധിക്കപ്പുറത്ത് ഈ ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃകയായിട്ടാണ് മുൻ ധനകാര്യമന്ത്രി
തോമസ് ഐസക് സാർ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളെല്ലാം ഒരു ഒറ്റ സമ്പദ് വ്യവസ്ഥയായി മാറുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒറ്റ ബജറ്റ് പോളിസി ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങളും ഓരോ ബജറ്റ് പോളിസി സ്വീകരിച്ചാൽ ആ രാജ്യത്തിൻ്റെയൊക്കെ വികസനത്തിനും അവിടെ ഉണ്ടാകുന്ന ഈ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റിക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വന്നൊരാശയമാണ് ഈ മാസ്ട്രിച്ച് ട്രീറ്റി എന്ന് പറയുന്നത്. ഈ മാസ്ട്രിച്ച് ട്രീറ്റി പ്രകാരം 3% മാത്രമേ കടം ഒരു രാജ്യത്തിന് ഉണ്ടാക്കാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിലെ സർക്കാരിൻ്റെ സാന്നിധ്യം എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കടന്നു വരുന്നത്. സ്വാഭാവികമായും ഈ 3% കടബാധ്യത എന്ന പരിധി വരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിന് ഇടപെടാനുള്ള സാധ്യതകൾ വലിയ രീതിയിൽ പരിമിതപ്പെടും. എങ്ങനെ ഇത് മറികടക്കാൻ കഴിയും? ഇത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ആശയം നിരവധി രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ പശ്ചാത്തലത്തിൽ പല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അവരതിനെ ക്രിയേറ്റീവ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഈ 3% എന്ന കടപരിധിയെ മറികടക്കാനുള്ള ഇൻജീനിയസ് ആയിട്ടുള്ള എഫേർട്ടുകൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചർ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ബദലാണ് തോമസ് ഐസക് സാർ മുന്നോട്ട് വെച്ച കിഫ്ബി എന്ന് പറയുന്ന ആശയം. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിനല്ല, ഇന്ത്യക്കല്ല, ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് വരികയാണ്. കാരണം യൂറോപ്പിൽ ക്രിയേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് ഈ കടപരിധിയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി എല്ലാ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബദൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു ആശയമാണ് കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയിലുണ്ടായ ആദ്യ പഠന ഗ്രന്ഥം എന്ന രീതിയിൽ എൻ്റെയും കൂടി അധ്യാപകനായ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഗംഗാധരൻ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇതിൽ അതിഥിയായിട്ട് നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പ്രൊഫസർ KJ ജോസഫ് സാറുണ്ട്. സാറും കൂടി സംസാരിക്കും. ബഹുമാന്യനായ കേരളത്തിൻ്റെ നിയമസഭയുടെ മുൻ സ്പീക്കർ വിജയകുമാർ സാർ, ബഹുമാന്യനായ നമ്മളെ ഒത്തിരി പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രശാന്ത്, ഇന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകത്തിൻ്റെ ഓഥർ പ്രൊഫസർ ഗംഗാധരൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പ്രൊഫസറോട് 5 മിനിറ്റ് സംസാരിക്കാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അടുത്ത 8-10 മിനിറ്റ്, എന്നോട് 15 മിനിറ്റ് സംസാരിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്, എങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഡിസിപ്ലിൻഡ് അല്ല ഞാൻ. അപ്പോൾ എങ്ങനെ ഒരു 12 മിനിറ്റിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രദ്ധിക്കും എന്നാണ് ആലോചിക്കുന്നത്. ഒരു പുസ്തകത്തെപ്പറ്റി ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എത്ര കണ്ട് കൂടുതൽ പറയുന്നോ അത്ര കണ്ട് ആ പുസ്തകത്തിൻ്റെ വിൽപ്പന കുറയും. അതുകൊണ്ട് പുസ്തകത്തെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കിഫ്ബി എന്താണ്, അതിൻ്റെ കേരളത്തിലെ പ്രസക്തി എന്താണ് എന്ന് നമ്മുടെ ജനപ്രതിനിധികൾ പറഞ്ഞതിനപ്പുറത്ത് ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് എന്താണ് സമൂഹത്തിലെ ജോലി എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രവും ആ സാഹചര്യത്തിൽ എന്താണ് കിഫ്ബിയുടെ റെലവൻസ്, ഇന്ത്യയെപ്പോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ റെലവൻസ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് കേരളം സ്ഥായിയായി റവന്യൂ ഡെഫിസിറ്റും കടവുമുള്ള ഒരു സംസ്ഥാനമായി മാറാനുള്ള കാരണം എന്ത്? സാധാരണ ഞാൻ പബ്ലിക് ഫൈനാൻസിലെ എക്സ്പേർട്ട് അല്ല, എൻ്റെ ഏരിയ വേറെയാണ്. 5 കൊല്ലമായിട്ട് മാത്രമാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള പബ്ലിക് ഫൈനാൻസിനെ പറ്റി സാധാരണ ആൾക്കാർ ചെയ്യുന്നത് CAGയും മറ്റും പറഞ്ഞ നമ്പറുകൾ അവർ ജനങ്ങളുടെ ഇടയ്ക്ക് ഓടി നടന്ന് പറയാത്തത് കൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് കൂടുതലാണ്, നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ് എന്ന് പറഞ്ഞ് ഏറ്റുപറയുകയല്ലാതെ കണ്ട് അതിൻ്റെ പുറകിലേക്ക് കടക്കാനോ, അതായത് തേനെടുക്കുമ്പോൾ ആ പൂവിനെ പറ്റി മനസ്സിലാക്കണം, ആ ചെടിയെപ്പറ്റി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ കൊണ്ടുള്ള ശ്രമം നടത്തുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സമൂഹത്തിനോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളം എപ്പോഴും ഒരു റവന്യൂ ഡെഫിസിറ്റ്, തന്നാണ്ടിലെ വരുമാനം കൊണ്ട് തന്നാണ്ടിലെ ചെലവ് നടത്താൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായി? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആരാണ്, നിങ്ങളാരാണ്, ട്രംപ് ആരാണ്, അല്ലെങ്കിൽ ഇയോൺ മാസ്ക് ആരാണ് എന്നറിയണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കണം.
ഒരു പച്ചക്കറി കച്ചവടക്കാരനും സ്വർണ്ണ കച്ചവടക്കാരനുമുള്ള വ്യത്യാസമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ചരിത്രപരമായും അല്ലാത്തതുമായ കാരണങ്ങളാൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്യപ്പെടും. ആ രീതിയിൽ നോക്കുമ്പം ഞാൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ 2 ഗണത്തിൽപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ സംസ്ഥാനങ്ങൾ ട്രേഡ് ചെയ്യാവുന്ന, വിൽക്കാവുന്ന സാധനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ. ഉദാഹരണത്തിന് ഞാൻ മഹാരാഷ്ട്ര എടുക്കുകയാണ്. വ്യവസായത്തിൻ്റെ ഏതാണ്ട് 17% ഉൽപ്പന്നം അവിടെ നിന്നാണ് വരിക. അപ്പോൾ ആ രീതിയിൽ ട്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിക്കുന്നതിൻ്റെ ഫലമായി ആ നാട്ടിലെ ജനങ്ങൾക്ക്, ആ ദേശത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടും. മറ്റ് സംസ്ഥാനങ്ങൾ രക്ഷപ്പെടും. കാരണം മലയാളിക്ക് അവിടെ പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷനറി ഉപയോഗിച്ച് എനിക്കിവിടെ വ്യവസായം തുടങ്ങാം. അതുപോലെ അപ്പം അതിൻ്റെ അർത്ഥം ആ സംസ്ഥാന ജനങ്ങൾക്ക് കൊള്ളാം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് നല്ലത് തന്നെ. സംസ്ഥാന സർക്കാർ രക്ഷപ്പെടും, കാരണം അവർക്ക് SGST കിട്ടും, സ്റ്റേറ്റ് ടാക്സ് കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് രക്ഷപ്പെടും, കാരണം അവർക്ക് CGST കിട്ടും. എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഫെഡറലിസത്തിലെ 4 ആക്ടേഴ്സാണുള്ളത്: സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പീപ്പിൾ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആൻഡ് അതർ സ്റ്റേറ്റ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത്. ഇനി ഞാൻ പെട്ടെന്ന് തിരിച്ചു വരികയാണ്. കേരളം എന്താണ്? കേരളം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൽ അറിയപ്പെടുന്ന സംസ്ഥാനമല്ല. നമ്മളുടെ മോഡൽ എന്ന് പറഞ്ഞാൽ കേരള മോഡൽ ഈസ് എ മോഡൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ പ്രൊഡക്ഷൻ. ഇപ്പത്തിന് തീർത്തോ, 2 മിനിറ്റ് ഉള്ളേ. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെയിലബിൾ. അത് വിൽക്കാവുന്ന സാധനമല്ല. ദാറ്റ് ഈസ് മൊബൈൽ. ഇന്ന് മലയാളികൾ 1183 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 2,16,000 കോടി രൂപ കേരളത്തിലേക്ക് അവർ റെമിറ്റൻസ് ചെയ്തു. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫലമായി കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടുന്നു. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഫോറിൻ എക്സ്ചേഞ്ചിനെ വർദ്ധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഈസ് ബെറ്റർ ഓഫ് വിത്ത് ദാറ്റ്. നൗ കമ്മിങ് ടു അതർ സ്റ്റേറ്റ്സ്. ഇപ്പോഴത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ മെമ്പർ തന്നെ മലയാളിയായിട്ടുള്ള ഒരാളാണ്. അവരുടെ അച്ഛൻ അങ്ങോട്ട് വി എക്സ്പോർട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ. ആ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലേബർ പോലല്ല ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എംപ്ലോയ്സ് നോളജ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. അപ്പം 3 ഫിസ്ക്കൽ ഫെഡറൽസിലെ 3 ആക്ടേഴ്സും നമ്മളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി രക്ഷപ്പെടുന്നു. വാട്ട് അബൌട്ട് കേരള ഗവൺമെൻറ്? കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാർ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കൊടുക്കും, ഇൻകം ടാക്സ് കൊടുക്കും. കേരളത്തിന് നമുക്ക് യാതൊരു വരുമാനവും നമുക്ക് ഈ രീതിയിൽ ഡയറക്റ്റായിട്ട് ലഭിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകാൻ കാരണം? നമ്മുടെ പർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് മോഡലാണ്. ഈ മോഡൽ കൊണ്ട് കേന്ദ്രത്തിന് ഗുണമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗുണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഗുണമുണ്ട്. ദാറ്റ് ഇസ് എ സിറ്റുവേഷൻ വെയറിൻ കേരളത്തിലെ പീപ്പിൾ ആർ റിച്ച് ബട്ട് ദി ഗവൺമെൻറ് ഈസ് പോപ്പർ. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് വികസന ഇടപെടൽ നടത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആർട്ടിക്കിൾ 275 വെച്ചിട്ട് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിന് അർഹതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് പോലെയല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകാൻ കാരണം അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് അവർ മുതൽ മുടക്കിയതിൻ്റെ ഫലമായി, ചെലവിൻ്റെ ഫലമായി അവർക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്തു ഉണ്ടായിക്കാൻ. പക്ഷേ നമ്മുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് 2047 ഇന്ത്യ വികസിത രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്നത് കേരളമാണ്. അതിനനുസരിച്ചുള്ള ഒരു റവന്യൂ ഡെഫിസിറ്റ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഈ വരുന്ന 5 വർഷം കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം കോടി രൂപയെങ്കിലും, കഴിഞ്ഞ വർഷം 2.16 ലക്ഷം കിട്ടിയെങ്കിൽ, അതായത് മൊത്തം റെമിറ്റൻസിൻ്റെ 27%, 2.7% മാത്രമുള്ള ജനങ്ങൾ കൊണ്ടുവരുന്ന ഈ സംസ്ഥാനത്ത് അടുത്ത 5 വർഷം നമുക്ക് 10 ലക്ഷം കോടി രൂപ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം കോടി രൂപയ്ക്ക് ഇപ്പോഴത്തെ ട്രേഡ് പോളിസി നിയമം അനുസരിച്ച് 7% സബ്സിഡിക്ക് നമ്മൾ അർഹരാണ്. ഇത് ടാറ്റയാണ് ചെയ്യുന്നതെങ്കിൽ 70,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. Now the key question is whether Kerala's economists whether we have been able to realistically understand our economic reality. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിൻ്റെ തനതായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ വലിയ രീതിയിൽ ചോദിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള സ്വയം വിമർശനത്തിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഒരു വികസിത രാജ്യവും അവികസിത രാജ്യത്തിലുള്ള വ്യത്യാസം എന്താണ്? 1956 റിച്ചാർഡ് നട്സിൻ്റെ തിയറി അനുസരിച്ച് ഒരു കൺട്രി ഈസ് പുവർ ബിക്കോസ് അവരുടെ വരുമാനം കുറവാണ്. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് കുറഞ്ഞ സേവിങ്ങേ ഉള്ളൂ, കുറഞ്ഞ സേവിങ്ങാണെങ്കിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഇതുവരെ എങ്ങും വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒന്നുകിൽ സമയം തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ മന്ത്രിമാർ ഒന്നിൽ കടമേടിക്കണം, അല്ല മോഷ്ടിക്കണം. മോഷ്ടിക്കാൻ അവർക്കൊക്കത്തില്ല, കടം മേടിക്കണം. പക്ഷേ കടം മേടിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് FRBM അല്ല. ഈ വാങ്ങിക്കുന്ന കടം കൊണ്ട് ആ കടം
അതിൽ നിന്നുള്ള റിട്ടേൺ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് കടത്തിന് പരിമിതി വെക്കണം? ഇന്ത്യയെ പോലെ ഒരു അവികസിത രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബോറോവിങ് മാനേജ്മെൻറ്റ് ആക്റ്റാണ് ഇന്ത്യയിൽ വേണ്ടത്. അതാണ് നമ്മുടെ മോഡിയുടെ ഈ 2047 അജണ്ടയ്ക്കുള്ള ഏറ്റവും വലിയ വിഘാതം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസിയാണ്. അദ്ദേഹം പറയുന്നു വെൻ സ്റ്റേറ്റ്സ് ഗ്രോ ഇന്ത്യ ഗ്രോസ്. പക്ഷേ സംസ്ഥാനങ്ങളെ വളർത്താൻ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിർത്തുകയാണ്, അതിന് സമയമില്ല. ഈ സാഹചര്യത്തിലാണ് കിഫ്ബി പോലെയുള്ള ഡോക്ടർ ഐസക് കൊണ്ടുവന്ന നൂതനമായിട്ടുള്ള നൂതനത്വത്തിൽ ഊന്നിയുള്ള ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കി ചെയ്യേണ്ട അതിനെപ്പറ്റി അതിൻ്റെ ആമുഖം എഴുതിയ സമയത്താണ് ഇത് വായിച്ചപ്പോൾ മറന്നുപോയി പുസ്തകം. പക്ഷേ വളരെയധികം നിങ്ങൾ വിജ്ഞാനപ്രദമായി എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തെ എഴുതിയ ഓതറിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയതിന് അവളെ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. നമുക്ക് അടുത്ത പുസ്തകത്തിൻ്റെ റിലീസിങ്ങിലേക്ക് പോവാം. അതിൻ്റെ രചയിതാക്കൾ അവസാനം 2 വാക്ക് പറയും. അടുത്തത് നമ്മുടെ ഐക്യകേരളം എന്ന ജോയ് ബാലൻ വ്ളാത്താങ്കര എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ കെ എൻ ഗണേഷ് സാറാണ്. അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ എ പസലത്തെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകൻ അടക്കം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്ന ശ്രീ കെ എൻ ഗണേഷ് അവർകളെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അധ്യക്ഷവേദിയിലെ പ്രിയ സുഹൃത്തുക്കളെ, പുസ്തകം സമാഹരണം ചെയ്ത ജോയ് ബാലൻ വ്ളാത്താങ്കര, പുസ്തകം ഏറ്റുവാങ്ങിയ പസലത്തിൽ സാർ, എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സമാഹാരമാണ് ഇവിടെ പ്രകാശിതമായിരിക്കുന്നത്. ഐക്യകേരളത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ എങ്ങനെയാണ് കേരള സംസ്ഥാനം രൂപപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കൊക്കെ അറിയാം. അതിന് നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ സമാഹരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഐക്യകേരള രൂപീകരണത്തിന് തൊട്ടു മുമ്പ് നടന്ന, പ്രത്യേകിച്ച് അതിനു മുമ്പുള്ള ഒരു ദശാബ്ദത്തിൻ്റെ കാലത്തിൻ്റെ ഇടയിൽ നടന്ന വലിയൊരു ചർച്ചയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ആ ചർച്ചയിൽ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. കേരള സംസ്ഥാനം എന്ന് പറയുന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് കേരളത്തിലുള്ള ദേശീയവാദികളടക്കമുള്ള ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും ഒരഭിപ്രായക്കാരായിരുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കേരള സംസ്ഥാനമെന്ന് പറയുന്നൊരു ഭാഷാ സംസ്ഥാനം, ഭാഷാ സാംസ്കാരിക ഏകകം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏകകം എന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്ത വളരെയധികം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും, പ്രത്യേകിച്ച് സഖാവ് EMS പോലെയുള്ളവർ അതിലുണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടുകളെടുത്ത ആളുകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമാക്കുന്നുണ്ട്. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്നൊരാശയം ആ സമയത്തുണ്ടായി വന്നിരുന്നു. കേരളത്തെയും തമിഴ്നാടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദക്ഷിണപ്രദേശ് എന്ന് പറയുന്നൊരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള നിലപാട് ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. മദ്രാസ് പ്രസിഡൻസി അതേപോലെ തന്നെ നിലനിർത്തണമെന്നും മലബാർ യഥാർത്ഥത്തിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കണമെന്നുമുള്ള നിലപാട് എടുത്തവരുണ്ടായിരുന്നു. ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നതിന് അപ്രായോഗികമാണെന്നും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത പ്രദേശങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആവശ്യമെന്നുള്ള നിലപാടെടുത്തവരുമൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലപാടുകൾ തമ്മിലുള്ളൊരു സംഘട്ടനമാണ്. ഈ നിലപാടുകൾ അവസാനം പതുക്കെ വളരെ പതിയായിട്ട് എങ്ങനെയാണ് ഒരു ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നൊരാശയത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് വിശദീകരിക്കുന്ന 27ഓളം പ്രബന്ധങ്ങളാണ്. ഇനിയും പ്രബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ. ജോയിക്ക് അത് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രബന്ധ സമാഹാരം ഇവിടെ പ്രസാദനം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മളുടെ ചർച്ചകൾ, പ്രത്യേകിച്ച് കേരളം ഇന്നത്തെ ഒരു നവകേരള സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരള സംസ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു വന്നുവെന്നും എങ്ങനെ വളർന്നു വന്നുമുള്ള ഈ അടിസ്ഥാന ചർച്ച എന്ന് പറയും നമ്മളെല്ലാവരും
മനസ്സിലാക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ സമാഹാരം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കണം, ഇത് മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വിരമിക്കുന്നു. ഇനി നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് മെമ്പറും നമ്മുടെ സംസ്കൃത കോളേജിലെ അധ്യാപകനും ഒക്കെയായ ഡോക്ടർ എ പസ്ലത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത്, മുൻ സ്പീക്കർ ശ്രീ വിജയകുമാർ അവർ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രഗത്ഭ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ജോയി ബാലൻ കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് ഈ ചിന്ത പബ്ലിക്കേഷൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം. ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ കീഴിലാണ് ഗവേഷണമൊക്കെ നടത്തിയത്. വളരെ സ്റ്റുഡിയസ് ആയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനാണ്. അദ്ദേഹം ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏകദേശം 7 or 8 പ്രാവശ്യം ഈ കേരള സംസ്ഥാന രൂപീകരണം പബ്ലിക്കേഷൻ സംസ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം അത്രയും പ്രാവശ്യം അത് എഡിഷൻ ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണ്. വളരെയേറെ ചിന്ത പബ്ലിക്കേഷനിലൂടെ ആളുകൾ സ്വീകരിച്ചൊരു പുസ്തകമാണ്. അതേപോലെ തന്നെ ഈ പുസ്തകവും തീർച്ചയായും വായനക്കാർക്ക് ഇഷ്ടപ്പെടും, ഗവേഷകർക്കും ഇഷ്ടപ്പെടും. കാരണം നേരത്തെ ഗണേശൻ മാഷ് സൂചിപ്പിച്ച പോലെ 1957 നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് ഈ സംസ്ഥാനത്തെക്കുറിച്ചുള്ള വിവിധ ആളുകളുടെ അഭിപ്രായങ്ങളുടെ പ്രധാനപ്പെട്ട ലേഖനങ്ങളുടെ സമാഹാരമാണ്. തീർച്ചയായും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. 2 പുസ്തകങ്ങളുടെയും രചയിതാക്കൾ കൂടി സംസാരിക്കും. പ്രൊഫസർ KN ഗംഗാരസ് സാറിനെ ക്ഷണിക്കുകയാണ്. കിഫ്ബി എന്ന ഈ പുസ്തകം ഈ നിറഞ്ഞ സദസ്സിൽ പ്രകാശനം ചെയ്യപ്പെട്ടതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ആ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ എല്ലാവരും ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. ഈ ചടങ്ങ് വളരെ മനോഹരമാക്കിയ ഇതിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്കും അതുപോലെ തന്നെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ ജോയി ബാലൻ വ്ളാത്താങ്കരെ ക്ഷണിക്കുകയാണ്. ഐക്യ കേരളം പുസ്തകത്തിൻ്റെ രചയിതാവ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യര്, പ്രിയപ്പെട്ടവർ, ഐക്യ കേരളം എന്ന പുസ്തകത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഐക്യ കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ചരിത്രം വിശദമാക്കുന്നൊരു പഠനം, ഒന്നാമത്തെ പാർട്ട് അതാണ്. 2ാമത്തെ ഭാഗം, കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുന്നേ കേരളം വേണം, കേരളം വേണ്ട, ഇങ്ങനെയുള്ള 2 അഭിപ്രായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രസിദ്ധീകൃതമായ 23 ലേഖനങ്ങൾ ചേരുന്നതാണ് ഈ 2ാമത്തെ ഭാഗം. ഇതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്നുള്ള വാദവും, അതുപോലെ തന്നെ മലബാർ തിരുക്കൊച്ചിയോടൊപ്പം ചേർന്ന് ഐക്യ കേരളത്തിൻ്റെ ഭാഗമാകണ്ട എന്നുള്ള വാദവും എന്ന് തുടങ്ങി ഒരുപാട് നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഐക്യ കേരളം പെട്ടെന്നൊരു ദിവസം യാഥാർത്ഥ്യമായതല്ല. നിരവധി ജനങ്ങൾ, നിരവധി പേർ ആത്മത്യാഗം ചെയ്ത് നേടിയെടുത്ത, അതുപോലെ തന്നെ നിരവധി പേർ അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ പണയപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി നേടിയെടുത്തൊരു സുന്ദരമായൊരു സംവിധാനമാണ് ഐക്യ കേരളം എന്നുള്ളത്. ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഏറ്റവും അടുത്ത് നടന്നൊരു വെടിവയ്പ്പുണ്ട് പേട്ട മൈതാനിയിൽ രാജേന്ദ്രൻ എന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥി മരണപ്പെട്ടു. അത് ഐക്യ കേരളം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് വേണ്ടി നടത്തിയ സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യമെന്നതിനെതിരെ CP രാമസ്വാമി അയ്യരുടെ നിലപാടിനെതിരെ നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രൻ എന്ന 14 വയസ്സുള്ള വിദ്യാർത്ഥി മരണപ്പെടുന്നത്.
അതിൽ മറ്റ് 2 പേർ കൂടെ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ 3 പേർ ഈ പേട്ട മൈതാനിയിൽ ജീവൻ ബലി കൊടുത്തു ഐക്യകേരളം യാഥാർത്ഥ്യമാകാൻ. അതുപോലെ തന്നെ നമുക്കറിയാം പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യമെന്നുള്ള സങ്കല്പത്തെ അല്ലെങ്കിൽ ആ നിലപാടിനെതിരായി നടത്തിയ സമരമാണ്. ആ നിലയ്ക്ക് ഐക്യകേരളത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇന്ത്യൻ യൂണിയൻ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് വേണ്ടി നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. കാരണം തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിന്നാൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകത്തില്ല തിരുവിതാംകൂർ. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകണം, ഐക്യകേരളത്തിൻ്റെ ഭാഗമാകണം എന്നതിലേക്ക് വേണ്ടി നടത്തിയ സമരമാകുമ്പോൾ ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം ഇന്ത്യൻ യൂണിയന് വേണ്ടി യാഥാർത്ഥ്യമാകാൻ വേണ്ടി നടത്തിയ സമരം കൂടെയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം അനൗദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 1000-ലധികം പേരാണ് ജീവൻ നൽകിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തിൽ 1000-ലധികം പേർ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടതിൽ ആ സംഭവങ്ങൾ എങ്ങനെയാണ്? നിരവധി പേരെ പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചത്. ഉറങ്ങിക്കിടന്നപ്പോൾ കുടിലുകളിൽ പെട്രോൾ ഒഴിച്ച് സമരം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പെട്രോൾ ഒഴിച്ചാണ് രാത്രികളിൽ അവരെ കത്തിച്ചു കൊന്നത്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലുള്ള ഇടങ്ങളിൽ അടച്ച് പീഡിപ്പിച്ച് വളരെ മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടാണ് മറ്റു നിരവധി പേർ മരണപ്പെട്ടത്. ഇങ്ങനെ വലിയൊരു ചരിത്രം ഐക്യകേരളം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കന്യാകുമാരി ഐക്യകേരളത്തിൻ്റെ ഭാഗമാകണ്ട എന്ന് പറഞ്ഞ നിലപാടെടുത്തുകൊണ്ട് തമിഴ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു സമരമുണ്ട്. അതിൽ നമുക്കറിയാം 1954 ഓഗസ്റ്റ് 11 നടന്നൊരു വെടിവെപ്പിൽ അവിടെ 7 പേര് തത്സമയം മരണപ്പെടുന്നു. ഈ മരണപ്പെട്ടതിൽ അവിടെ അതിൻ്റെ രസകരമെന്ന് പറയുന്നത് കന്യാകുമാരി കേരളത്തിൻ്റെ ഭാഗമാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ മദ്രാസിൻ്റെ ഭാഗമായി മാറണമെന്ന് എന്ന നിലപാടിന് വേണ്ടി സമരം ചെയ്തപ്പോഴാണ് 7 പേർ മരണപ്പെടുന്നത്. ഈ മരണപ്പെടലിനും അതായത് വേണമെന്ന് പറഞ്ഞുകൊണ്ടും ജീവൻ ത്യാഗം ചെയ്ത ആൾക്കാർ വലിയ നിര ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഐക്യകേരളത്തിൻ്റെ ഭാഗമാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് ജീവൻ ത്യജിച്ചവരും നിരവധി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐക്യകേരളം അഥവാ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ പഠനങ്ങൾ നാളിതുവരെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. ഐക്യകേരളത്തിനുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രക്ഷോഭങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള പഠനങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇത് അതിനൊരു നിമിത്തമായി മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു അദ്ദേഹം 2 പേർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചും ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള 2 പുസ്തകങ്ങൾ ആണ് ഇവിടെ പ്രകാശനം ചെയ്തത്. ഈ ചടങ്ങ് സാർത്ഥകമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 2 പുസ്തകങ്ങളുടെയും പ്രകാശന ചടങ്ങ് അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്.